ഇല്ലാതാവും, ഒട്ടും പറ്റത്തില്ലാതാവും. ലോങ് റൈഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും, അത് ഉറപ്പ് കേസാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം വിട്ടുപോയല്ലോ, അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ എന്നെ സീറ്റും ഇത്രയും കട്ടി വൈബ്രേഷനും കൂടെ ആകുമ്പോൾ എൻ്റെ മോനെ വിഷയമായിരിക്കും കേട്ടോ. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു Bs6 Duke 200 ആണ്. ഈ ഒരു വണ്ടീനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഇത് റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വീഡിയോ. അതായത് നമ്മൾ ജസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും പിന്നെ വണ്ടിയുടെ കുറച്ച് പോരായ്മകളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ പഴയ ആ ഒരു ഡ്യൂക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പം തോന്നിയ കുറച്ച് കാര്യങ്ങളും കേട്ടോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ നമ്മുടെ V4-ൻ്റെ വീഡിയോ കണ്ടു കാണും. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നല്ല കുറച്ച് കമൻസൊക്കെ വന്നായിരുന്നു. അതായത് വീഡിയോ കൊള്ളാം, ഇനിയും വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് നമ്മൾ പുതിയൊരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ആ ഒരു വീഡിയോ നല്ലതെന്ന് പറഞ്ഞു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടിയിലേക്ക് നോക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാവും ഡിസൈൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഡ്യൂക്ക് 250-യുടെ ആ ഒരു ഡിസൈനാണ്. ആ ഒരു ഡിസൈൻ ഫുള്ളായിട്ട് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഹെഡ്ലൈറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ പഴയ ആ ഒരു ഡ്യൂക്ക് 250-യുടെ ആ ഒരു ഹെഡ്ലൈറ്റ് ആട്ടോ. അപ്പം പറയുകയാണെങ്കിൽ ഇതൊരു പഴയ, അതായത് ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്ക് 250-യുടെ ആ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ. വേറെ കുറച്ച് വലിപ്പം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഒത്തിരി ഒന്നുമില്ല കേട്ടോ. നമ്മൾ കാണുന്ന ആ ഒരു ടൈമിൽ ഡ്യൂക്ക് 200 തൊട്ട് ഇപ്പോഴത്തെ ഡ്യൂക്ക് 390 വരെ ഏറെക്കുറെ എല്ലാം സെയിം മോഡലാണ്, ഡിസൈനാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതായത് ഹെഡ്ലൈറ്റ്, മീറ്റർ, അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ വണ്ടി കാണാനായിട്ട് അടിപൊളിയാണ്, രക്ഷയില്ലാത്ത ഒരു ലുക്കാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ ടെയിൽ റൈഡിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്യൂക്ക് 390 ഒക്കെ ആയിട്ട് സെറ്റായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സൈലൻസറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടും തമ്മിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഡ്യൂക്ക് 250-യും 200-ഉം തമ്മിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഞാനിപ്പോഴും പഴയ ആ ഒരു ഡ്യൂക്കിൻ്റെ ഫാനാണ്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമെന്ന് പറയുന്നത് പഴയ ആ ഒരു ഡ്യൂക്ക് 200 തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഡിസൈനാണ്. അതായത് പഴയ ഡ്യൂക്ക് 200-ൻ്റെയും 390-യുടെയും ആ ഒരു ഡിസൈനാട്ടോ എനിക്ക് ഇപ്പോഴും ഇഷ്ടം. പക്ഷേ ഈ ഒരു ഡിസൈനും സെറ്റപ്പാണ്, നൈസാണ്. ഈ ഒരു ഡിസൈനും എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം പഴയ ആ ഒരു ഡിസൈനോട് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 സീറ്റിനെയും കുറിച്ചാട്ടോ. ഈ ഒരു സീറ്റ് കാണുന്ന ആ ഒരു ടൈമിലും അതുപോലെ തന്നെ നമ്മൾ ഞെക്കി നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ടൊക്കെ തോന്നും. അതായത് ഇപ്പോൾ നല്ല കുഷ്യനൊക്കെ ഉള്ളതായിട്ട് തോന്നും. പക്ഷേ ഇതങ്ങനൊന്നും അല്ല കേട്ടോ. ഈ ഒരു സീറ്റ് ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. ഒരു വകയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകയ്ക്ക് കൊള്ളത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഷോർട്ട് റൈഡിനൊക്കെ കൊള്ളാം, സെറ്റാണ്. ഒരു 50 കിലോമീറ്റേഴ്സ്, ഒരു 100 കിലോമീറ്റർ വരെ അത്യാവശ്യം പോകാം. പക്ഷേ ഇത് ലോങ് റൈഡിന് ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിത് മാറ്റാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു കുഷ്യൻ ഇട്ട് ഈ ഒരു സീറ്റ് ഒരിക്കലും സെറ്റാകത്തില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെക്കൊണ്ട് പറ്റത്തില്ലാതാവും, ഒട്ടും പറ്റത്തില്ലാതാവും. ലോങ് റൈഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും, അത് ഉറപ്പ് കേസാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 50 കിലോമീറ്റേഴ്സ് അടുത്ത് വണ്ടി ഓടിച്ചു. പക്ഷേ വണ്ടി ഓടിച്ച സമയത്ത് എന്നെക്കൊണ്ട് പറ്റാതായി കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു, വിഷയമാട്ടോ. അപ്പം അതുമാത്രമല്ല, ഇതിൻ്റെ ഓണർ ഒരു 400 കിലോമീറ്റേഴ്സ് അടുത്ത് വണ്ടി ഓടിച്ചായിരുന്നു. അപ്പോൾ വൺ ഡേ കൊണ്ട് തന്നെയാണ് പോയിട്ട് വന്നത്. അവനെക്കൊണ്ട് ഒട്ടും പറ്റാതെ, അതായത് 2 പേരുള്ളതുകൊണ്ട് മാത്രമാണ് അവരിവിടെ തിരിച്ചെത്തിയത്. തിരിച്ചു വരുന്ന വഴിക്ക് തണുപ്പായിട്ട് പോലും അവൻ ജാക്കറ്റ് ഒരു സീറ്റിന് മണ്ട ഇട്ടിട്ടാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ വിഷയമായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സീറ്റ് നിങ്ങൾ ഞെക്കി നോക്കിയിട്ട് കൊള്ളാം, അടിപൊളിയാണ്, കുഴപ്പമൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് വാങ്ങിക്കരുത്. ഈ ഒരു സീറ്റ് അത്യാവശ്യം വിഷയമാണ്. അപ്പോൾ അതെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീറ്റിന് മണ്ടയ്ക്ക് ഒരു കുഷ്യനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് റൈഡ് സെറ്റാണ്. സീറ്റ് കാണുന്ന ആ ടൈമിൽ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാനാണെങ്കിൽ പോലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഒരു പ്രശ്നമാണ് കേട്ടോ, അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയെ കയറി ഇരുന്നിട്ടൊന്ന് സംസാരിക്കാം. അപ്പോൾ ഗൈസ്, വണ്ടിയെ കയറിയിരിക്കുന്ന സമയത്ത് വണ്ടി അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഹൈറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് കാല് രണ്ടും നിലത്തെത്തുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സീറ്റിലേക്ക് നല്ല രീതിക്ക് കയറിയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കാല് നിലത്താണെങ്കിൽ ഒരു കാല് വിരളയിലാട്ടോ. അപ്പം അത് വിഷയമാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് വണ്ടിക്ക്.
പിന്നെയെന്ന് പറയാനായിട്ടുള്ള നമ്മൾ നല്ല രീതിക്ക് അപ്രൈറ്റ് ആയിട്ടാട്ടോ വണ്ടിയിൽ ഇരിക്കുന്നത്. അതായത് നല്ല ഫ്രണ്ടൊക്കെ ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ലിഫ്റ്റായിട്ട് എന്ന് വെച്ചാൽ പഴയ ഡ്യൂക്കിൻ്റെയും ഏറെക്കുറെ ഇങ്ങനെയാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ നമ്മൾ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് എല്ലാ ഡ്യൂക്ക് 250യിലും 390 ഇരിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നടുവേനയോ കാര്യങ്ങളോ ഒന്നും എടുക്കത്തില്ല. എന്നാൽ നമ്മളെപ്പോഴും നല്ല സ്റ്റഡി ആയിട്ടാണ് ഇരിക്കുന്നത്. കൈയൊക്കെ ആണെങ്കിലും നല്ല സ്ട്രെയിറ്റ് ആണ്. പിന്നെയെന്ന് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു മീറ്റർ എന്ന് പറയുന്നത് സെയിം മീറ്ററാണ്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് 250ക്കൊക്കെ വരുന്ന ആ ഒരു സെയിം മീറ്റർ തന്നെയാണ്. ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, ടാക്കോമീറ്റർ ഉണ്ട്, ഫ്യൂവൽ ഗേജ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ടൈമുണ്ട്, പിന്നെ ആക്ച്വൽ ഫ്യൂവൽ കൺസപ്ഷൻ, അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എത്ര കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടുന്നുണ്ടെന്ന് അറിയാനുള്ളതാണ്. പിന്നെയെന്ന് പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് 2 ട്രിപ്പ് മീറ്ററുണ്ട്, പിന്നെ ട്രിപ്പ് ടൈമുണ്ട്. അതായത് ഇത് പിന്നെ ABS റോഡും സൂപ്പർ മോട്ടോ, അതായത് ഇപ്പോൾ നമുക്ക് റോഡാണ് കിടക്കുന്നത്. ഇതേ ഒരു സെറ്റയിൽ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് സൂപ്പർ മോട്ടോ ആയി മാറും. അപ്പോഴേക്കും നമ്മുടെ ബൈക്ക് ABS ഓഫ് ആകും കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ആ ഒരു ഡ്യൂക്കിന് വരുന്ന ആ ഒരു സെയിം ഹാൻഡിൽ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ചെറിയ ഹാൻഡിലാണ്. നിങ്ങൾക്ക് ഈ ഹാൻഡിൽ വേണേൽ മാറ്റിയിട്ട് ഡ്യൂക്ക് 390യുടെ ഹാൻഡിൽ വേണേൽ കയറ്റാം. അത് നിങ്ങളുടെ ഇഷ്ടം, നമ്മളായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഈ ഒരു മിററിനെ കുറിച്ചാട്ടോ. മിറർ ഒരു 4% വ്യൂ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ, വേറെ ഒന്നും തരുന്നില്ല കേട്ടോ. അതായത് നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വണ്ടിയോ എന്താ വരുന്നതെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ആ ഒരു V4ൻ്റെ ആ ഒരു സെയിം അവസ്ഥ, ഭയങ്കര ഒരു ഹൈറ്റ്. ഈ ഒരു മിറർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു യൂസ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഈ ഒരു മിറർ മാറ്റിയിട്ട് നിങ്ങൾ വേറൊരു മിറർ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയെങ്കിലും കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം ബാക്കി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റേ ഡ്യൂക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ റൈഡിങ്ങിൽ തന്നെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റേ ആ ഒരു ഡ്യൂക്ക് ഓടിക്കുന്ന അതേപോലൊന്നും അല്ല ഈ ഒരു ഡ്യൂക്ക് ഓടിക്കാൻ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ വണ്ടിയുടെ ആ ഒരു റോനെസ് ഈ ഒരു വണ്ടിയിലില്ല. എന്ന് വെച്ചാൽ ആ ഒരു വണ്ടിയുടെ അത്രയില്ല കേട്ടോ, അത്രയില്ല. പക്ഷേ വണ്ടി ക്വിക്കാണ് അത്യാവശ്യം. അതായത് 0 to 100 നല്ല സ്പീഡ് കയറും. നല്ല സ്പീഡിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് തന്നെ കയറും. പക്ഷേ മറ്റേ ആ ഒരു നമ്മുടെ ആ ഒരു ഡ്യൂക്കിൻ്റെ അത്രയും ഫാസ്റ്റ് അല്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ഒരു വണ്ടിയുടെ ഒരു കുറച്ച് ഡിലേ ഉണ്ട്. അതായത് മറ്റേ വണ്ടി വെച്ച് നോക്കുന്ന ടൈമിൽ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം ലേറ്റ് ആട്ടോ. അതായത് മറ്റേ വണ്ടി കുറച്ചുകൂടെ ക്വിക്കായിരുന്നു, ഈ ഒരു വണ്ടി കുറച്ച് ഡിലേ ഉണ്ട്. അതായത് കുറച്ച് താമസം എടുത്തേ കയറത്തുള്ളൂ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എന്നൊക്കെ പറയുന്നത് BS6 ആണ്. അപ്പം BS6ന് പൊതുവേ നല്ല രീതിക്ക് പവർ ഡ്രോപ്പ് വന്ന ഒരു ഇതാണ്. അപ്പം BS6ൻ്റെ എല്ലാ വണ്ടികൾക്കും അപ്പം അതിൻ്റെ അകത്ത് ഈ വണ്ടീനെ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് ഒത്തിരി ഡിഫറൻസ് ഇല്ല. എന്നാൽ പോലും കുറച്ചുണ്ട് കേട്ടോ. അത് BS6 ഈ വണ്ടീനെ അത്യാവശ്യം ബാധിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BS6 ആയതുകൊണ്ട്, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാ. പക്ഷേ വണ്ടി നൈസാണ് കേട്ടോ. നൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫാസ്റ്റാണ്, അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വണ്ടി കയറും. അപ്പം വണ്ടിയുടെ ഇനി സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗണ്ട് മറ്റേ വണ്ടിയുമായിട്ട് ഒട്ടും ഇതില്ല കേട്ടോ. അതായത് മറ്റേ സൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൗണ്ടാണ്. പക്ഷെ ആ ഒരു സൗണ്ടിൻ്റെ ഒരു 4% എന്ന് വേണമെങ്കിൽ പറയാം, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വണ്ടിയിൽ. അപ്പം ഡ്യൂക്ക വരുന്നതെന്നൊന്നും പെട്ടെന്ന് നമുക്ക് സൗണ്ട് കേട്ട് പണ്ടത്തെ പോലെ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല ഡ്യൂക്ക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. വേറൊരു സൗണ്ട് കേട്ടോ, അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് അപ്പുറത്ത് വെച്ചൊന്ന് ഒന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സൗണ്ട് നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം പകുതി ആൾക്കാരും പണ്ടെന്ന് പറയുന്ന ആ ഒരു സൗണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുന്നവരും ഉണ്ടായിരുന്നു ബസ്. അപ്പോൾ ആ ഒരു സൗണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്ത് ഇഷ്ടപ്പെട്ട് എടുക്കുമോ എന്തോ. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സൗണ്ടാണ്. നല്ല രസമാട്ടോ ആ ഒരു സൗണ്ട് കേട്ട് വണ്ടി ഇങ്ങനെ ഓടിക്കാനായിട്ട്. അതായത് ഗിയർ ഡൗൺ ചെയ്യുന്ന ടൈമിലൊക്കെ
വണ്ടി അത്യാവശ്യം നല്ല സൗണ്ടിങ് ആണ്. അത് ഒരു പ്രത്യേക സൗണ്ടാണ് കേട്ടോ. അത് വേറൊരു വണ്ടിക്ക് നമുക്ക് ആ ഒരു സൗണ്ട് കിട്ടത്തുമില്ല. അതൊരു എന്നാ പറയുന്നത്, അത് KTMൻ്റെ ഒരു ഇതായിരുന്നു, അതവർ കൊണ്ട് കളഞ്ഞു. അപ്പോൾ അത് സൗണ്ട് പോയതോടെ ആ ഒരു നമുക്ക് ആ ഒരു ഫീലേ അങ്ങ് പോയി എന്ന് വേണേൽ പറയാം. പക്ഷേ പവറിൻ്റെ കാര്യത്തിലൊന്നും വലിയ സീനൊന്നും തോന്നുന്നില്ല. എന്നുവെച്ചാൽ പഴയ ഡ്യൂക്കായിട്ട് നോക്കുമ്പോൾ ഉണ്ട്, എന്നാൽ ഈ വണ്ടിയും അത്യാവശ്യം നല്ല ഇതാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വണ്ടി പെട്ടെന്ന് 100 എന്ന് പറയുന്ന ആ ഒരു ഡിജിറ്റിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്തി കേട്ടോ. വണ്ടി അഗ്രസീവാണ് കേട്ടോ, നല്ല രീതിക്ക്. അതായത് പഴയതിൻ്റെ അത്ര ഇല്ലേ പോലും വണ്ടി അഗ്രസീവാണ്. നമ്മൾ വണ്ടി പെട്ടെന്ന് വണ്ടി റെവായി കയറിപ്പോകും കേട്ടോ. അതായത് ഗിയറിംഗ് ഒക്കെ ഭയങ്കര ഷോർട്ടാണ്, വളരെ പെട്ടെന്ന് കയറിപ്പോകും കേട്ടോ. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ചെറിയ ഗിയേഴ്സാണ്. ചെറിയ ഗിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങ് പോവാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. വണ്ടി ഇപ്പം ഫുള്ള് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, നമുക്കിനി പോവാം. അവിടെ ഒരു വണ്ടി വന്നു, ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കയറ്റായിരുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം വിട്ടുപോയല്ലോ, അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ഗായ്സ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്ലോ ഒന്നും അല്ല കേട്ടോ. വണ്ടി അത്യാവശ്യം ക്യുക്കാണ്, അത്യാവശ്യമല്ല നല്ല രീതിക്ക് ക്യുക്കാണ്. ആ ഒരു ഡിജിറ്റ് പെട്ടെന്ന് തന്നെ എത്തി. ശരിക്കും അതിലും കൂടുതൽ എത്തിയേനെ, പക്ഷേ നമ്മളവിടെ ഒരു വണ്ടി വന്നുകൊണ്ട് കുറച്ച് സ്ലോ ചെയ്ത്. ഇൻ കേസ് അയാളെങ്ങാനും കയറി ചെയ്യുന്നെങ്കിൽ നമ്മൾ തീർന്ന് ഡെഡ്. അതുകൊണ്ട് കുറച്ച് സ്ലോ ചെയ്താണ്. വണ്ടി ക്യുക്കാണ്, ഒത്തിരി ലാഗൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഫാസ്റ്റ് ആട്ടോ വണ്ടി. അപ്പം പിന്നെ എന്ന് പറയാനുള്ള മെയിൻ ഇതെന്ന് പറയുന്നത് കോർണറിങ് കേട്ടോ. എൻ്റെ മോനെ വിഷയം കോർണറിങ്. പക്ഷേ ഈ ഒരു ടയറൊന്ന് ചേഞ്ച് ചെയ്യണം. ഇതിട്ട് കോർണർ ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, ഇത് കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിക്ക് കോർണർ ചെയ്യാം. കോർണർ ചെയ്യാൻ പറ്റത്തില്ലെന്നല്ല, കോർണർ ചെയ്യാം. പക്ഷേ എന്താ പറയുക, ടയറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നല്ലപോലെ കോർണർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ. പിന്നെയെന്ന് പറയാനുള്ള കാര്യം ഇതിൻ്റെ ബ്രേക്കിംഗ് ആട്ടോ. എൻ്റെ മോനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. ഡ്യൂക്കിൻ്റെ എല്ലാം പൊതുവേ അങ്ങനെയാണ്, ഡ്യൂക്കിൻ്റെ അല്ല KTMൻ്റെ വണ്ടിയുടെ എല്ലാം അങ്ങനെയാണ്. കാരണം 4 പിസ്റ്റൺ കാലിപ്പറാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രേക്കിങ് ഭയങ്കര ഇതാണ്. ഭയങ്കര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വളരെ പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ, അതായത് ചെറിയ വണ്ടിയിൽ നിന്നൊക്കെ ഓടിച്ചിട്ട് ഈ ഒരു വണ്ടിയെ കയറി ബ്രേക്ക് ഓടിക്കുമ്പോൾ പെട്ടെന്ന് സ്കിഡ് ആകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പക്ഷേ ABS ഉള്ളതുകൊണ്ട് വലിയ സീൻ വരത്തില്ല. എന്നാലും ബ്രേക്ക് ഭയങ്കര ബ്രേക്കിംഗ് ബൈറ്റ് ആട്ടോ. ഇതുകൊണ്ടാണ് ഇപ്പോൾ പുറകെ വണ്ടിയൊന്നുമില്ല. ഇപ്പം ഞാനാണെങ്കിൽ 48, 47 ഇതുകൊണ്ടാണ്. ആ ഒരു ഫ്രണ്ട് ബ്രേക്ക് മാത്രം പിടിച്ചാണ് ഞാൻ നിർത്തിയത്. ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഞാൻ നിർത്തി കേട്ടോ. അപ്പോൾ അത്ര പെർഫെക്റ്റാണ് ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത്. അടിപൊളിയാട്ടോ. എനിക്ക് ആ ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ബ്രേക്ക് അടിപൊളിയാട്ടോ. പിന്നെ പറയാനുള്ള അതിൻ്റെ ഒരു വൈബ്രേഷൻ്റെ കാര്യം കേട്ടോ. BS6 ആണെന്ന് പറഞ്ഞിട്ട് വൈബ്രേഷന് കുറവൊന്നുമില്ല. കുറവില്ല എന്നല്ല, കുറവുണ്ട്. അതായത് നമ്മുടെ പഴയ ഡ്യൂക്കൊക്കെ വെച്ച് നോക്കുന്ന ടൈമിൽ വൈബ്രേഷൻ നല്ല രീതിക്ക് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ വൈബ്രേഷൻ ചെറുതായിട്ട് ഫുഡ് റെസ്റ്റ് മാത്രം അടിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഈ ഒരു സ്പീഡ് ഗിയറൊക്കെ ഡൗൺ ചെയ്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഗിയർ ഇങ്ങനെ പോകുന്നത് വെച്ചാൽ ഇപ്പം തേർഡ് ഗിയർ ഇപ്പം ഞാൻ ആക്സിലേറ്റർ വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ കാലിലേക്ക് വൈബ്രേഷൻ വരുന്നുണ്ട് ഫുഡ് റെസ്റ്റേൽ. പിന്നെ അത്യാവശ്യം നമ്മൾ കൈ കൊടുക്കുന്ന സമയത്ത് ഫുഡ് റെസ്റ്റേലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹാൻഡിൽ ബാറയിലും വരുന്നുണ്ട് കേട്ടോ വൈബ്രേഷൻ. പില്യനായിട്ട് ഞാൻ ഒത്തിരി നോക്കിയില്ല, എന്നാൽ പോലും പില്യൻ സീറ്റിലേക്കും കുറച്ച് വൈബ്രേഷൻ വരുന്നുണ്ട്. റൈഡർ സീറ്റിൽ വലിയ സീനില്ല, എന്നാലും ഒരു ചെറുതായിട്ട്. അതായത് നമ്മൾ ലോങ് പോകുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ്റെ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. സീറ്റും ഇത്രയും കട്ടി വൈബ്രേഷനും കൂടെ ആകുമ്പോൾ എൻ്റെ മോനെ വിഷയമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഒരു ഹാൻഡിൽ ബാറയിൽ ഹാൻഡിൽ വെയിറ്റ് ഇടുക. ഹാൻഡിൽ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാം. പക്ഷേ അത് ഒത്തിരിയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതിപ്പം അറിയാമല്ലോ, KTMൻ്റെ വണ്ടിക്കെല്ലാം വൈബ്രേഷൻ ഉള്ളതാണ്. അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്
വൈബ്രേഷൻ സ്വാഭാവികമായിട്ട് വരും. പിന്നെ ഇവർ വണ്ടി കുറച്ചുകൂടെ ഇതൊന്ന് ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതായത് പഴയ ഡ്യൂക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കൺട്രോളിംഗ് ഒക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി കുറച്ച് വെയ്റ്റ്ലെസ് ആയിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇത് ചെറിയൊരു എക്സ്പീരിയൻസ് വീഡിയോ ആയിരുന്നു. റിവ്യൂ വീഡിയോ ഒന്നും കൂട്ടാം, എങ്ങനെ വേണേലും കൂട്ടാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റാ.